എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ വീഡിയോ, അതായത് കുക്കിംഗ് വീഡിയോ ബുധനാഴ്ച ആയിരിക്കേണ്ടി വരുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഡയറ്റ് ചെയ്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് സോക്ക്ഡ് ഓട്സ് ആണ്. എന്താ വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല എപ്പോഴെങ്കിലും കഴിക്കാം. അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഓവർനൈറ്റ് സോക്ക്ഡ് ഓട്സ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു മുമ്പ് ഞാൻ കുറേ വർഷം മുമ്പ് ഇതിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വേറൊരു വേർഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ചെറിയ പോർഷൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കുകയായിരിക്കും നല്ലത്. ഇതിപ്പോൾ 2-3 പേർക്ക് ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബൗളിൽ ഒരുമിച്ച് റെഡിയാക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്കും ജാൻചേട്ടനും സെപ്പറേറ്റ് ആയിട്ടാണ് ചെറിയ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കാറ്. കാരണം ചേട്ടന് ഹണി ഇഷ്ടമല്ല, അപ്പോൾ ഹണി ഒഴിക്കാറില്ല. ഞാനാണെങ്കിൽ ഹണി ഒഴിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബൗളിലോട്ട് ഞാനിവിടെ തൈര് അടിച്ചു വെച്ചിരിക്കുന്നതാണ്, മോരായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് മോര് താല്പര്യമില്ലെങ്കിൽ പാൽ ഉപയോഗിക്കാം. അലർജി ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ജ്യൂസ്, അതായത് ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ആപ്പിൾ ജ്യൂസ് ആണ്. അതല്ലെങ്കിൽ ഇത് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, ഏതെങ്കിലും ഒന്ന് നമുക്ക് ഈ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മോര്. അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഓട്സ് ആണ്. അതേസമയം റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞ് കിട്ടും, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഗ്രനോല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ. അതായത് ഇതിലിപ്പോ റോൾഡ് ഓട്സിലോട്ട് ഹണിയും അതുപോലെ തന്നെ കുറച്ച് ഡ്രൈഡ് സ്ട്രോബെറി നട്ട്സ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് ഒരു 2 ടീസ്പൂൺ ഇട്ടാലും മതിയാവും. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോൾ ഇതിലോട്ട് നോർമൽ ആയിട്ടുള്ള ഓട്സ് 2 ടീസ്പൂൺ, ഒരുപാടൊന്നും ഇടരുതേ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെ കട്ട പിടിച്ചു പോകും. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചിയ സീഡ്സ് ആണ്. ചിയ സീഡ്സ് ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് ഇട്ടാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിയ സീഡ്സ് ഇങ്ങനെ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ചിയ സീഡ്സ് ഈ മോരിലോട്ട് ഇട്ട് കൊടുത്താലും മതിയാകും. നമ്മളിപ്പോൾ ഓവർനൈറ്റ് അല്ലേ വെക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ല. ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയ സീഡാണ്. 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിയ സീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചിയ സീഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് വിശപ്പുണ്ടാവില്ല. അപ്പോൾ രാവിലെയൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചവരെ ഒരു വിശപ്പും തോന്നില്ല, അത്രയും ഫില്ലിംഗ് ആണ് സംഭവം. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് ഇല്ലേ, നമ്മുടെ ഈന്തപ്പഴത്തിന്റെ സിറപ്പ് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലിട്ട് 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അത് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സീഡ്സ് ആണ്. സീഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഞാനിവിടെ ഒരുമിച്ച് എല്ലാ സീഡ്സും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ഉണക്കമുന്തിരി എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലുള്ള സീഡ്സും ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പംകിൻ സീഡ്സ് ഉണ്ട്, സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്, ബദാം ഉണ്ട്, അതുപോലെ തന്നെ വാൾനട്ട് ഉണ്ട്, കിസ്മിസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബൗളിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേ ഒരുമിച്ചില്ലെങ്കിൽ സെപ്പറേറ്റ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി ഒരു കൈപ്പിടി ഒന്നും വേണ്ട, ഇതിന് ഒരു ഹാഫ് പോർഷൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നന്നായിരിക്കും. അപ്പോൾ ഒന്ന് ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ സോക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്രഞ്ചി കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്തുട്ടാ, പഴം, റോബസ്റ്റ് പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് കേട്ടാ. പിന്നെ ജ്യൂസിൽ വേണമെങ്കിൽ സോക്ക് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഓറഞ്ച് ജ്യൂസോ പൈനാപ്പിൾ ജ്യൂസോ ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ആകുമ്പോഴേക്കിനും അത് കയ്പ്പ് രസം വരും. അതുകൊണ്ട് പ്രത്യേകിച്ചും ഡയറ്റ് ചെയ്യുന്നവർ പൈനാപ്പിളും ഗ്രേപ്സും ഒഴിവാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇടാനാണ് പ്രിഫർ ചെയ്യുന്നത് ജ്യൂസിനേക്കാളും. പണ്ടൊക്കെ ജ്യൂസിലാണ് ഞാൻ സോക്ക് ചെയ്തിരുന്നത്, ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ബ്ലൂബെറി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ബ്ലൂബെറി ചിലപ്പോൾ കിട്ടണമെന്നില്ല, അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അനാർ, അതായത് പോംഗ്രാനൈറ്റ് സീഡ്സ്. ഹീമോഗ്ലോബിനൊക്കെ കൂടാൻ ഏറ്റവും നല്ലതാണ് ഈ അനാർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ആപ്പിൾ ആയാലും റെഡ് ആപ്പിൾ ആയാലും കുഴപ്പമില്ല.
അതുപോലെ തന്നെ ഒരു ഈന്തപ്പഴം വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വലിയ കഷ്ണങ്ങളാക്കി ചേർക്കരുത്, കാരണം അതിങ്ങനെ വീർത്ത് വരും. അപ്പോൾ ഭയങ്കര വലിയ കഷ്ണങ്ങളായിട്ട് മാറും. ഇത്രയുള്ള പരിപാടി. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് മോരോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചു കൊടുക്കണം. കാരണം ഭയങ്കരമായിട്ട് കട്ട പിടിക്കും ഈ സംഭവം ഇരുന്നിട്ട്. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുളി ഇഷ്ടമില്ലാത്തവർ മോര് ഒഴിവാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ വെള്ളം. ഇപ്പോൾ രാത്രി റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ അതേ സമയം നിങ്ങളിപ്പോൾ രാത്രി ഇത് ചെയ്യാൻ മറന്നു എന്ന് വിചാരിക്കുക, രാവിലെയാണ് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോഴേക്കിനും റെഡി ആയി കിട്ടും. അപ്പോൾ രാവിലെ ഇതിന് എണീറ്റതിന് ശേഷം ആദ്യം തന്നെ ഇത് സോക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ ഓവർനൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മാത്രം. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മധുരം നമുക്ക് ഫീൽ ചെയ്യില്ല. നാളെ രാവിലെ നോക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾക്ക് മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹണിയോ ഡേറ്റ് സിറപ്പോ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങ് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇതേപോലെ ഒരു ഗ്ലാസ് ബൗളിലാണ് ഞാൻ സാധാരണ രീതിയിൽ റെഡിയാക്കാറുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഓട്സ്. അപ്പോൾ അതും ഞാൻ ഇതേ നേരത്തെ കാണിച്ച പോലെ തന്നെ റെഡിയാക്കിയിട്ട് വെക്കട്ടെ കേട്ടോ. ഇൻഡിവിജ്വൽ പോർഷൻസ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ചെയ്യാമല്ലോ. ഞാൻ ഇച്ചിരി ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കുക. എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ബൗളിൽ ഇടുമ്പോൾ കാണാനും നല്ല രസമുണ്ടാവും രാവിലെ തന്നെ. അപ്പോൾ നമ്മുടെ കുഞ്ഞി ബൗളിലുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഇതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നാളെ രാവിലെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് നന്നായി സോക്കായുണ്ട് കേട്ടോ. ഇത് നമ്മൾ 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പോർഷൻ. 3 പേർക്കോ 2 പേർക്കോ കഴിക്കാം. ഇത്രയും നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് എനിക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. നമുക്കിതിൻ്റെ തിക്നെസ് നോക്കാം. കണ്ടില്ലേ, ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്നെസ് ആണ്. ഭയങ്കര തിക്കായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കേ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രുചി നോക്കുക. സൂപ്പറായി വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. വെറുതെ ഇങ്ങനെ ഇരുന്നിങ്ങനെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇപ്പോൾ അവയാണെങ്കിൽ ഫ്ലേവറുള്ള യോഗട്ടില്ലേ, നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുമല്ലോ, അത് ചേർക്കാറുണ്ട് ഇതിലോട്ട്. സ്ട്രോബെറി യോഗട്ടൊക്കെ അല്ലെങ്കിൽ ജാം ചേർക്കാറുണ്ടാവും. പക്ഷേ ജാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹെൽത്തി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചിയ സീഡൊക്കെ മിക്സ് ചെയ്യാൻ മറക്കരുത്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഒരു വായ കഴിച്ച് നോക്കിയാലോ. പഴങ്ങളും മിക്കവാറും മധുരം കുറവായിരിക്കും. ഈ സ്വീറ്റ്നെസ് മതി കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മൾ ഒരുപാട് ഹണി അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പൊക്കെ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മടുക്കും. പെട്ടെന്ന് നമുക്ക് മതിയെന്ന് തോന്നിപ്പോകും. പക്ഷെ വയറൊന്നും അറിയൂല. അതേസമയം ഈ ഒരു മധുരമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷെ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് അതിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബുധനാഴ്ച നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്